ഗാർഡൻ റീച്ച് ഷിപ്പിൻ്റെ പെർഫോമൻസ് ആണ്. ഏതായാലും ആദ്യത്തെ ഒരു സെഷൻ നോക്കുമ്പോൾ 4% ഒരു നേട്ടമായിരുന്നു ഗാർഡൻ റീച്ചിൻ്റെ ഓഹരികൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ 2.5% ഒരു മുന്നേറ്റം ഓഹരി രേഖപ്പെടുത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഓഹരിയുടെ ഒരു തുടക്കം തൊട്ടുള്ള ഒരു മുന്നേറ്റത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് കമ്പനിക്ക് കാർസൺ റൈഡർ എന്ന കമ്പനിയുമായിട്ട് ഏകദേശം 62.4 മില്യൻ്റെ ഒരു ഓർഡർ ലഭിച്ചു എന്നൊരു വാർത്തയെ തുടർന്നാണ് ഈ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ട്രേഡിംഗ് കാഴ്ചവെക്കാൻ ഇന്ന് GRSക്ക് സാധിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ഓർഡറിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു എഗ്രിമെൻറ്റിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു വെസൽസ് നിർമ്മാണം, അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഓർഡർ ലഭിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു ഓർഡറാണ്. 62.4 മില്യൺ വാല്യൂ വരുന്ന ഒരു ഓർഡറായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു ട്രേഡിംഗ് വോളിയം ഒക്കെ നോക്കുമ്പോൾ ഈ ഓഹരിയിൽ ഇപ്പോൾ ഒരു ട്രേഡിംഗ് വോളിയം ഒക്കെ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഗാർഡൻ റീച്ചിൻ്റെ മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഏതായാലും നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എടുക്കാം. നെറ്റ് പ്രോഫിറ്റ് ഈ ഒരു Q1 നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഏകദേശം 37% ഒരു ഉയർച്ച രേഖപ്പെടുത്താൻ ഗാർഡൻ റീച്ച് ഷിപ്പിൽഡിന് സാധിച്ചിരുന്നു. മാത്രമല്ല കമ്പനിയുടെ പ്രോഫിറ്റ് നമ്മൾ ഈ ഒരു കണക്കിൽ നോക്കുമ്പോൾ 120 കോടി എന്ന രീതിയിലാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. നിലവിൽ റവന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഏകദേശം 29% ഒക്കെ നേട്ടമായിരുന്നു. 1310 കോടിയാണ് റവന്യൂ ആയിട്ട് രേഖപ്പെടുത്തിയതായിട്ടും കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല എബിറ്റയിലോട്ട് പോകുമ്പോഴും 98.9% ഒരു ഉയർച്ചയിൽ 112 കോടി എന്നൊരു കണക്കുമായിരുന്നു ഇത്തവണ GR ഷിപ്പിംഗ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്.